ജഗദീഷ് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇതാണെന്ന് പറയണ്ടാവും. അതെ അതെ അതെ, എക്സ്ട്രീം വയലന്റ് ആയിട്ടുള്ള വേറൊരു ലുക്കാണ്. നമ്മൾ സാധാ തെലുങ്ക് പടത്തിലെ കാണുന്ന പോലുള്ള കുറേ ആൾക്കാരെ ഒരുമിച്ച് ചേർന്ന് തല്ലുന്ന കുറേ ഒരു സെറ്റപ്പാണ്. പടം വയലൻസ് ഒക്കെ വളരെ ബ്രൂട്ടലാണ്. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വയലൻസ് ആണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. നന്നായിട്ടുണ്ട് പടം, നന്നായിട്ടുണ്ട്. ഉണ്ണിമൂന്തൻ മാച്ചോ ലുക്കാണ്, നല്ല മാൻലി ആയിട്ട് തന്നെ, നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തത്. ജഗദീഷ് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇതാണെന്ന് പറയണ്ടാവും. അതെ അതെ അതെ, എക്സ്ട്രീം വയലന്റ് ആയിട്ടുള്ള വേറൊരു ലുക്കാണ് വന്നിട്ടുള്ളത്. ഞെട്ടിക്കോ ഉറപ്പായിട്ട്. നല്ല അടിപൊളി വയലൻസ് മൂവി, നല്ല കിടിലൻ ഫൈറ്റിംഗ് ആണ്. വയലൻസ് മാത്രം പ്രതീക്ഷിച്ചു വരുന്നവർക്ക് തികച്ചും അവരെ ഉദ്ദേശിച്ച് മാത്രം ചെയ്തൊരു പടമാണ്. ജഗദീഷ് ഏട്ടൻ്റെ നല്ല അടിപൊളി. സാധാരണ നമ്മൾ ജഗദീഷിനെ കാണുന്ന ഒരു കോമഡി ലെവലിൽ കണ്ട നമ്മൾ ഇപ്പോൾ റോഷാക്ക് പോലെയുള്ള പടങ്ങളിൽ നിന്ന് ജഗദീഷ് മാറി ചിന്തിച്ചു തുടങ്ങി. ജഗദീഷിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇതിൽ കാണാനും നമുക്ക് പറ്റും. നല്ല കിടിലനാണ്, അടിപൊളിയാണ്. ഉണ്ണിമൂന്തൻ്റെ അടിപൊളി പെർഫോമൻസ് ആണ്, നല്ല കിടിലൻ ഫൈറ്റിംഗുമാണ്. നല്ല ഇംഗ്ലീഷ് പടത്തിന് വെല്ലുന്ന രീതിയിലാണ് അവസാന ഫൈറ്റ് മേക്കിംഗ് നല്ല സൂപ്പറാണ്. ഫാമിലി ഓഡിയൻസിനൊന്നും അത്ര ഒരു ഇതില്ല കേട്ടോ. കൊള്ളാം, അടിപൊളിയായിരുന്നു. പറഞ്ഞ പോലെ വയലൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. നമുക്ക് അത് സാറ്റിസ്ഫൈങ് ആണ്. പറഞ്ഞതിനോട് ഇതായിട്ടുണ്ട്. ജഗദീഷേട്ടന് നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരു എന്താ പറയാ, ഒരു ഡോണാണ്, ഒരു മാഫിയ ടൈപ്പാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ഉണ്ണീൻ്റെ സ്റ്റൈൽ, ഉണ്ണീൻ്റെ പെർഫോമൻസ്, ജഗദീഷ് ചേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. സിദ്ദീഖ് പുള്ളി അറിയാലോ, നമുക്ക് ഓൾവേസ് അറിയാം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആക്ഷൻ മൂവിയാണത്. അറിയാലോ, എത്ര ആ ഫൈറ്റ് സീൻസൊക്കെ നിങ്ങൾ പടം കണ്ടിട്ട് എനിക്ക് മനസ്സിലാവില്ല. ഉണ്ണി ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പടം മൊത്തത്തിൽ എന്ന് വെച്ചാൽ വയലൻസ്, ഫൈറ്റ് ആ ബേസിലൊക്കെ ഓക്കെയാണ്. പടം മൊത്തത്തിൽ അത്ര വലിയ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വീട്ടിൽ കയറിയിട്ട് വില്ലൻ സൈഡിൽ നിന്നുള്ളൊരു അക്രമമുണ്ട്. സ്ട്രിക്ട്ലി 18+ ആയിട്ടുള്ള വയലൻസിൻ്റെ എക്സ്ട്രീമാണ്. പിന്നെ ലാസ്റ്റുള്ളൊരു ഫൈറ്റ് സീന്, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ആക്ഷൻ സംഭവങ്ങളൊക്കെ സെറ്റാണ്. പക്ഷേ നമ്മൾ സാധാ തെലുങ്ക് പടത്തിലെ കാണുന്ന പോലുള്ള കുറേ ആൾക്കാരെ ഒരുമിച്ച് ചേർന്ന് തല്ലുന്ന കുറേ ഒരു സെറ്റപ്പാണ്. കുറച്ച് അത്ര പക്ഷെ പടം മൊത്തത്തിൽ വയലൻസ് ബേസ് ചെയ്തിട്ട് സെറ്റാണ്. പറഞ്ഞ പോലൊക്കെ തന്നെ വയലൻസ് നല്ല എക്സ്ട്രീമായിട്ട് തന്നെ ഉണ്ട്.